കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നു. നമ്മൾ ഏതൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യണേക്കാൾ മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് അറിയുമോ? നമ്മുടെ സേഫ്റ്റി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ധരിക്കേണ്ടതാണ് ലാബ് കോട്ട്, അതുപോലെ ഗ്ലൗസ് എന്ന് പറയുന്നത്. ഈ രണ്ട് സംഗതികളും എന്തായാലും ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കൊള്ളാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് ഉത്തരമാണ്. അതുമാത്രമല്ല, മറ്റു പല കെമിക്കൽസ് ആയാലും നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ പൊള്ളലുണ്ടായിരിക്കാം. എങ്ങാനും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ക്യാൻസർ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും മാരകമായിട്ടുള്ള രോഗങ്ങളും ചിലപ്പോൾ വന്നു എന്ന് വരാം. അപ്പോൾ എന്തുകൊണ്ടും നമ്മളെപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം. അപ്പോൾ അതിനിടെ എപ്പോഴും നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലാബ് കോട്ട്, അതുപോലെ ഗ്ലൗസ് തുടങ്ങിയവയൊക്കെ നമ്മൾ ധരിക്കണം. ഓക്കെ, നമുക്കിനി നമ്മുടെ എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു കോണിക്കൽ ഫ്ലാസ്ക് ആണ്. ഓക്കെ, അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കളേഴ്സ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഇനി ഇതിൽ എന്താണ് റിയാക്ഷൻ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഞാനിതിലേക്ക് ഒരു കളർ ആഡ് ചെയ്യാൻ പോകുന്നത് ഡൈ എന്ന് പറയുന്നതിന്. ഓക്കെ, ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മഞ്ഞ കളറിലുള്ള ഡൈ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ചെറിയ ഡ്രോപ്ലെറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷെ എന്നാൽ പോലും അത് പൂർണ്ണമല്ല. ഡെൻസിറ്റി ഒരു ഉത്തരമാണ്, പക്ഷെ മെയിനായിട്ട് അതിനെ സോളിബിലിറ്റി എന്ന് പറയും. ഓക്കെ, ഉപ്പ് നമ്മൾ വെള്ളത്തിലിടുമ്പോൾ എന്തുകൊണ്ടാണ് അരിഞ്ഞു പോകുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സോലിബിൾ ആയതുകൊണ്ടാണ്. അതായത് ഉപ്പ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് എന്ന് പറയും, അല്ലെങ്കിൽ NaCl. ഓക്കെ, NaCl എന്ത് ചെയ്യും? വെള്ളത്തിൽ ഡിസോൾവ് ആവുകയും ചെയ്യും. പക്ഷെ എല്ലാ കെമിക്കൽസും വെള്ളത്തിൽ ഡിസോൾവ് ആയിക്കൊള്ളണമെന്നില്ല. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്, വെള്ളത്തിലേക്ക് നിങ്ങൾ എണ്ണ എങ്ങാനും ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഒരിക്കലും വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നതായിട്ട് ഒരിക്കലും കാണാനായിട്ട് കഴിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടും സോലിബിൾ അല്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു മഞ്ഞ ഡ്രോപ്ലെറ്റ്സ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു, മഞ്ഞ ഡൈ ആഡ് ചെയ്യും. ഇനി ഞാൻ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഡൈ ആണ്, ഒരു കെമിക്കലാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ബ്ലാക്ക് കളറിലുള്ള ഡ്രോപ്ലെറ്റ്സ് കാണാം. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഡൈ മിക്സ് ആയിട്ടുണ്ട്. നേരത്തെ നിങ്ങൾക്ക് കാണിച്ചിരുന്ന പോലെ ബ്ലാക്കും അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള ഡ്രോപ്ലെറ്റ്സ് ഡൈകൾ നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് വെള്ളമായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം എന്താ ഉണ്ടാവുക. പിന്നെ ബ്ലാക്ക് ഇതുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് വരാം. നേരെ എന്തുണ്ട്? നമുക്ക് ഓയിലുണ്ട്. നമ്മൾ ഈ മഞ്ഞ കാണുന്ന ലെയർ എന്ന് പറയുന്നത് നമ്മൾ ഒഴിച്ചിട്ടുള്ള ഓയിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഫേസുകൾ പല കളറുകൾ രണ്ട് ലെയറിനും കാണുന്നത് കണ്ടോ? ഇതുണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, സോലിബിലിറ്റിനെ കുറിച്ചിട്ട്. അതായത് ചില വസ്തുക്കൾ ചില വെള്ളത്തിൽ മാത്രം പ്രോപ്പറായിട്ട് മിക്സ് ആവുമോ? അതുപോലെ ആവില്ല. അതുകൊണ്ട് എണ്ണ നമ്മളെപ്പോഴും വെള്ളത്തിൽ ഓയിൽ എന്തുകൊണ്ടാണ് മേലെ വന്നതെന്ന് അറിയുന്നത്? അത് എന്തുകൊണ്ടാണ് ഈ ഓയിലിൻ്റെ ലെയറിൽ നേരെയുള്ള ലെയറിൽ എന്തുകൊണ്ടാണ് പച്ചവെള്ളം വരാനുള്ളത്? ഓക്കെ, അതായത് ഈ പച്ച നിറത്തിലുള്ള കളർ ഉണ്ടല്ലോ, ഇതിൽ ചില ഡൈസ് ഉണ്ട്. നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഡൈകളുണ്ട്. ഈ ഡൈകൾ എന്ത് ചെയ്യുന്നു? അതൊരിക്കലും ഓയിലിൻ്റെ ലെയറിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിനിഷ്ടം ഈ വെള്ളത്തിൻ്റെ ലെയറിലേക്ക് നിൽക്കാനായിട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഡൈകളൊക്കെ എന്ത് ചെയ്തത്? ഈ വെള്ളത്തിൻ്റെ ലെയറിലേക്ക് വന്നത്. അതേസമയം ഓയിലിൻ്റെ ലെയർ എന്തായി? ക്ലിയർ ആയിട്ട് നേരെ വേറൊരു സെപ്പറേറ്റ് ലെയറായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓയിലും അതുപോലെ തന്നെ വെള്ളം മിക്സ് ചെയ്തപ്പോൾ വേറെ രണ്ട് ലെയർ ഫോമിങ് കണ്ടില്ലേ? ഇനി ഇതുപോലെ തന്നെയാണ് ഒരു മണ്ണെണ്ണ അതുപോലെ വെള്ളം നിങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേ റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക. ഓക്കെ, രണ്ട് ക്യാഷെല്ലാം നടത്തിയിട്ട് നമുക്ക് നേരെ ഇത് എല്ലാം തവയിലേക്ക് വീടുമാണ് വീടിൻ്റെ ചേർന്നത്. ഇതിൻ്റെ മെയിൻ എക്സാമ്പിൾ നമുക്ക് കാണുന്നത് താജ്മഹൽ. താജ്മഹൽ എല്ലാവരും